പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, മോശയോ ദൈവം ഇരുന്ന ഇരുളിനടുത്ത് ചെന്നു. അതിനെപ്പറ്റിയുള്ള ഒരു വിശദീകരണമാണ്. 12 ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ പാഠഭേദം എന്നൊരു ചാനലാണ്, അത് പെന്തക്കോസ്തുകാരുടെ ഒരു ചാനലാണ്. അതിൽ പറയുന്ന എല്ലാം ദുരുപദേശങ്ങളാണ്. പാസ്റ്റർമാർ വേണ്ട പോലെ പെന്തക്കോസ്ത് പ്രസംഗിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇതിന് പ്രത്യേകം തുടങ്ങി എന്തിനാന്ന് മനസ്സിലാവുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ ആരെയും വിമർശിക്കാനല്ല, തെറ്റവിടെ കണ്ടാലും ഞാനത് പറയും. അതെൻ്റെ ഒരു സ്വഭാവമായി. എനിക്ക് തെറ്റിട്ട് ഞാൻ തിരുത്താമെന്ന് പറയും. ഞാൻ തിരുത്തിയിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെ തെറ്റ് പറ്റിയിട്ടില്ല. പിന്നെ എവിടെയിട്ട് തിരുത്തണം? പിന്നെ വിശദമായിട്ട് പറയാനില്ല, പുറകോട്ടേക്ക് പോകണില്ല. ഇവിടെയാണ് ഒരു തെറ്റ് പറഞ്ഞെന്നും പറഞ്ഞ് ബഹളം കൂട്ടി ഞാൻ സമ്മതിച്ചു, തെറ്റാണെങ്കിൽ സമ്മതിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഞാനത് അങ്ങനെ ആലോചിക്കുക, ഇവിടെ ഇത് വായിച്ചിട്ടുള്ളത് വായിച്ച പുസ്തകം കിട്ടി, അത് തെറ്റല്ല, ഇതാണ് ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒച്ചയെടുത്ത അച്ഛന്മാർക്കൊന്നും പിന്നെ മിണ്ടാട്ടൂലുണ്ടായി. അതുകൊട്ടെ ഇവിടെ ആ പാഠഭേദത്തിൽ അദ്ദേഹം പറയുന്നത്, യഹോവ ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് മോശയോട് സംസാരിച്ചു എന്നാണ്. ഈ 10 കൽപ്പന കൊടുക്കേണ്ട കാര്യമാണോ? അത് പുറപ്പാട്ട് 19 അധ്യായം മുതലങ്ങോട്ട് വായിക്കുമ്പോൾ 19-20 കൂടുതലായിട്ട് അതിനകത്ത് പറയുന്നു. മോശ ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് സംസാരിച്ചു. അപ്പോൾ ഇരുട്ട് ദൈവത്തേക്കാൾ വലുതാണോ? ദൈവത്തിൻ്റെ ഇരുട്ടിനെ ആശ്രയിക്കണോ മോശയോട് വർത്താനം പറയാൻ? ഒന്നും ആലോചിക്കാതെ പറയണ തെറ്റിവിടാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. പുതിയ നിയമത്തിൽ യഹോവ വെളിച്ചത്തിൽ വസിക്കുന്നു, പഴയ നിയമത്തിൽ ഇരുട്ടിൽ വസിക്കുന്നു. അങ്ങനെ ഇരുട്ടിൽ വസിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇവിടെ മാത്രമേ പറയണുള്ളൂ. മോശ കൽപ്പന മേടിക്കാൻ കയറിച്ചെല്ലാം പറഞ്ഞു. മോശ കയറും തോറും ഇരുട്ടി വന്നു. മല കയറും തോറും ഇരുട്ട് കൂടി വന്നു. മലയുടെ അറ്റത്ത് നിന്നപ്പോൾ കൂറ്റാക്കൂറ്റി ഇരുട്ടായി. അവനൊരു പേടി ഉണ്ടായില്ല. പിന്നെ ദൈവ സാന്നിധ്യം അവൻ അനുഭവപ്പെടുന്നുണ്ട്. അവിടെ മോശയോട് ദൈവം സംസാരിച്ചത്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനവൻ. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും അതിന് മാറ്റമൊന്നുമില്ല. ചിലർ പഴയ നിയമത്തെ കുറ്റം പറയും, ചിലർ പുതിയ നിയമം എന്നാണ് ശരിയെന്ന് പറയും. പഴയ നിയമം ഉണ്ടെങ്കിലേ പുതിയ നിയമമുള്ളൂ. അതുകൊണ്ടേ ഇവിടെ ഇരുട്ടിൻ്റെ മറവിലേക്കേണ്ട കാര്യമില്ല. ഇവൻ പൂർണ്ണമായ ഉഗ്ര ശോഭയുള്ള, അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ശോഭയുള്ള, അഗ്നിനാവുകളാൽ പോലും സംക്ഷേപിക്കപ്പെടുവാൻ സാധ്യമല്ലാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരെന്ന് പറഞ്ഞാൽ അതിന് മറികടന്നൊരു വിവരണം ഇല്ല. അഗ്നിനാവുകളാൽ പോലും സംക്ഷേപിക്കപ്പെടുവാൻ സാധ്യമല്ലാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. സൂര്യൻ്റെ വെളിച്ചം പോലെയൊന്നുമല്ല. ഇവിടെ മോശയോട് നേരിട്ട് പറഞ്ഞ മോശ മരിച്ചു. ആ രശ്മികളെ താങ്ങാനോ ആ പ്രകാശത്തെ നേരിടാനൊന്നും മോശയ്ക്ക് പറ്റൂല. അതെന്തേലും പറയുന്നുണ്ട്, അത് വളരെ ശരിയാണ്. പക്ഷെ അതിന് ഇരുട്ടിൻ്റെ മറവിൽ എന്ന് പറഞ്ഞാൽ പൊട്ടതെട്ട. അവിടെ എന്താ സംഭവിച്ചത്? സത്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം തന്നെ അവൻ്റെ ആ ശോഭ കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ മോശയ്ക്ക് അത് ഇരുട്ടായി. ഇവിടെ എന്താ, ദൈവത്തിന് മോശയെ കാണാം, പക്ഷെ മോശയ്ക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല. കാണണ്ട, ശബ്ദം കേട്ടാൽ പറയാം. ഇതാണ് അവിടുത്തെ പരമാർത്ഥം.
അത് പാഠഭേദക്കാരൻ മനസ്സിലാക്കണം. ഇരുട്ടിൻ്റെ മറവിൽ നിന്നുണ്ടായി ഇപ്പോൾ ഇരുട്ട് വേറെ ദൈവമായിട്ട് മാറും, അല്ലെങ്കിൽ ദൈവത്തെക്കാൾ വലുതായിട്ട് മാറും ഇരുട്ട്. പ്രകൃതിയുടെ ഇരുട്ടിന് ദൈവം സൃഷ്ടിച്ചതാണ് ഇതൊക്കെ. ഇവിടെ പ്രകൃതിയുടെ ഇരുട്ടിൽ മറിഞ്ഞ് നിൽക്കുകയല്ല ചെയ്ത്, അവൻ തന്നെ അവൻ്റെ ഉഗ്രശോഭയെ ചുരുക്കി 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 കൊണ്ടുവന്നു. അപ്പോൾ മോശയ്ക്ക് ഇരുട്ടാണ്, പക്ഷേ ആ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന പ്രകാശത്തെയാണ് ഇരുട്ടായിട്ട് മോശ കണ്ടത്. പ്രകൃതിയുടെ ഇരുട്ട് വേറെ ഉണ്ട്, അത് വേറെ. ഇവിടെ ദൈവ സാന്നിധ്യത്തിൽ അവിടെ പ്രകൃതിയുടെ ഇരുട്ടില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ. ദൈവത്തിൻ്റെ ശോഭ കുറയ്ക്കാൻ കൊണ്ടുപോകാനൊക്കെ ദൈവത്തിന് പറ്റില്ലേ? അപ്പോൾ ദൈവത്തിന് മോശയെ കാണാൻ, മോശയ്ക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല, അങ്ങനെ സംസാരിച്ചു. അതാണ് പുറപ്പാട് 20:21 പറയുന്ന. അങ്ങനെ ജനം ദൂരത്ത് നിന്നു, മോശയോ ദൈവം ഇരുന്ന ഇരുട്ടിനടുത്ത് നിന്നു. കയറി ചെല്ലാൻ പറഞ്ഞപ്പോൾ കയറി ചെന്നു. ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകളെ അവന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അത് വ്യാഖ്യാനിക്കാവും. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ രൂപമില്ല, സത്യമല്ലേ? ദൈവം ആത്മാവാകുന്ന യോഹന്നാൻ 4:24 പറയുന്നുണ്ട്. പിന്നെ അവന് രൂപം ഉണ്ടാവണം, ആത്മാവിന് രൂപമുണ്ടോ? ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും നമ്മുടെ ആത്മാവിന് തന്നു എന്ന് പറയുമ്പോൾ ആ വിവേചനശക്തി, ബുദ്ധിശക്തി, ഇച്ഛാശക്തി മുതലായ കാര്യങ്ങളാണ് കൊടുത്തത്. ഓർമ്മശക്തിയൊക്കെ അതാണ് കൊടുത്തത്. ദൈവത്തിന് രൂപമില്ല, അതുകൊണ്ട് രൂപം ഉണ്ടാകാനും പാടില്ല. രൂപം ഉണ്ടാക്കണമെന്ന് യാക്കോബ് പഠിപ്പിക്കുന്നില്ല. പിന്നെ വേറൊരു നേട്ടം അദ്ദേഹം പറഞ്ഞതാണ്, കർത്താവിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫോട്ടോയിൽ ചിലർ വന്നിക്കുന്നു, നമിക്കുന്നു, നമ്മളത് നോക്കുന്നു. നമ്മളെന്ന് പറയില്ല, അത് മാറ്റി. അയ്യോ, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. കർത്താവിൻ്റെ ശരിയായ ഫോട്ടോ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഒക്കെ ഭാവനയിലാണ്. പിന്നെ വെറോനിക്ക കർത്താവിൻ്റെ മുഖം തുടച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം, മുഖത്തിൻ്റെ രൂപം തുണിയിൽ പതിഞ്ഞു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെ ആസ്പദമാക്കിയായിരിക്കാം ചില കലാകാരന്മാർ ഫോട്ടോ വരയ്ക്കുന്നു. ഏതായാലും കർത്താവിൻ്റെ നല്ല ഇസ്രായേൽക്കാരനല്ലേ, നല്ല വെളുത്ത നിറവും 6 അടി 2 ഇഞ്ച് പൊക്കം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അരോഗ ദൃഢഗാത്രൻ, സുന്ദരൻ. ആ സൗന്ദര്യമൊക്കെ യശയ്യാവ് 51 പോയ കാര്യമൊക്കെ പറയുന്നു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു വന്നത് കർത്താവിൻ്റെ രൂപമില്ലെന്ന്. എന്തൊരു അക്രമമാണ് പറയുന്നത്. മനുഷ്യാവതാരം ചെയ്ത് കർത്താവിൻ്റെ രൂപമില്ലെങ്കിൽ മനുഷ്യനാണ് ഇങ്ങനെയാണ്. ഞാൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു, മനുഷ്യന് രൂപമില്ല. ആ ദൈവത്വം മനുഷ്യത്വം ഒരിക്കലും വേർപിരിയാതെ സമ്മേളിച്ചിരിക്കുകയാണ്. യാക്കോബോട് വിശ്വാസം അദ്ദേഹം പറയുന്നുണ്ട്. അവന് രൂപമുണ്ട്, രൂപമില്ലെന്ന് പറഞ്ഞാൽ തെറ്റാണ്. പിന്നെ അവർ രൂപമില്ലെന്ന് പറഞ്ഞാൽ ഏതൊരു അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ അവർ കർത്താവ് ഇൻകാർണേറ്റ് ചെയ്തൊന്നും വിശ്വസിക്കുന്നില്ല. ബസ്സുകാരെ അവർ ജഡത്തിൽ വെളിപ്പെട്ടു. അവർ സുപ്രഭാതത്തിൽ വചനം ജഡമായി തീർന്നതേ നിൽക്കണു മനുഷ്യരായിട്ട്. മറിയാമിനെ തള്ളി പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മറിയാമിനോട് മാലാഖ പറഞ്ഞ് നീ ഗർഭം ധരിച്ച് എനിക്ക് പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വെളിപ്പെടൽ ഇത് തമ്മിൽ എന്തെല്ലാം വ്യത്യാസം നോക്കി. അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് അവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവരാം. ഇതാണല്ലോ പെന്തക്കോസ്തുകാരുടെ ഉദ്ദേശം. അത് എൻ്റെ പാഠവേദവും വെളിപ്പെട്ടതല്ല, ഇൻകാർണേഷൻ തന്നെയാണ് അവിടെ. ഒരു ഭാഷ പറഞ്ഞ് ഇൻകാർണേഷൻ ആണെങ്കിൽ പിന്നെ അവിടെ മൂലം അവിടെ ഇരിക്കണതിന് മൂലങ്ങളെ ഇൻകാർണേറ്റ് ചെയ്തൊന്നല്ലേ, പിന്നെ അതിനവിടെ ഉണ്ടോ?
ഈ പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധം അറിയാൻ വയ്യാത്തതുകൊണ്ട് പറയണത് അതൊക്കെ. അവൻ ഭൂമിയിലായിരിക്കുമ്പോഴും അവൻ പിതാവിൻ്റെ കൂടെയുണ്ട്. അവൻ മറിയാമിൻ്റെ ഗർഭത്തിലായിരിക്കുമ്പോഴും അവൻ പിതാവിനോട് കൂടെയുണ്ട്. കാരണം പിതാവിൻ്റെ വചനമാണ് പുത്രൻ. പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന വേടാണ്, വചനമാണ് പുത്രൻ. അവൻ്റെ മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ പുത്രൻ അറിയാണ്. ആ വായിൽ കൂടി പുറത്തു വരുന്നതാണ് പുത്രൻ. പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് ഉൾക്കൊള്ളാണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരിയാവില്ല. വിശുദ്ധ നൃത്തത്തെ പറ്റി എത്രയോ വീഡിയോകൾ എത്ര പേരുടെ കാണും, ഒരു കാര്യമില്ല. ഒരു ബന്ധുക്കോസുകാരനാണ് ശരിയാണ്. മനസ്സിലാവുന്നു. അപ്പോൾ പുത്രൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ അവന് രൂപമുണ്ട്. രൂപം ഏതാണെന്ന് മനുഷ്യരൂപമാണ്, അത് സംശയമൊന്നുമില്ല. കാരണം ആദവനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. അപ്പോൾ ആ ആദമിന് കൊടുത്ത രൂപം തൻ്റെ പുത്രൻ കാലാന്തരത്തിൽ അല്ലെങ്കിൽ കാലത്തിൻ്റെ സമ്പൂർണതയിൽ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് മനുഷ്യനായി അവതരിക്കുമ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന രൂപമാണ് ആദമിന് കൊടുത്തത്. അതാണ് ആദം ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഈ രണ്ട് കാര്യങ്ങൾ തെറ്റാണ് പറഞ്ഞേക്കണത്. ഇത് മാറ്റണം. പിന്നെ വേറൊരു പാഠഭേദത്തിൽ ഒരാൾ പറഞ്ഞു മരിച്ചവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യമില്ല എന്ത് അർത്ഥമില്ലായ്മയൊക്കെ ഈ യാക്കോബേക്കാരും കത്തോലിക്കരൊക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ട് എന്തായിരുന്നു കർത്താവ് പറയുന്നത്? ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, എനിക്കെല്ലാവരും ജീവിച്ചിരിക്കുന്നതാണ്. മരണാനന്തര ദൈവത്തെപ്പറ്റി ഇവർക്കൊന്നും അറിയില്ല. അന്ന് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, അപ്പം മരിച്ചാൽ പ്രാർത്ഥിക്കണം. അങ്ങോട്ട് കൂടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം ദൈവം മരിച്ചവൻ്റെ ആത്മാവ് ഇത് പറയുന്നത് സർവ്വവ്യാപിയല്ല. സർവ്വവ്യാപിയാണ് ധാരാ പറഞ്ഞു. കർത്താവ് സർവ്വവ്യാപിയാണോ? സർവ്വവ്യാപിയാണെങ്കിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ ഒക്കെ കർത്താവ് ഉണ്ടാവണമല്ലോ. അപ്പോൾ സർവ്വവ്യാപി എന്ന് വെച്ചാൽ എല്ലായിടത്തും വ്യാപരിക്കുന്ന, അങ്ങനെ അവൻ്റെ ചൈതന്യം എല്ലാവരിലും ഉണ്ട്. അപ്പോൾ മരിച്ചവരുടെ ആത്മാക്കൾ അവർ ജീവിച്ചിരിക്കുന്നു. എല്ലാവരും എനിക്ക് ജീവിച്ചിരിക്കുന്നു. അത് ഒറ്റ വാചകം പോലെ, ഒറ്റ വാചകം മതി. അപ്പോൾ അവരോട് പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞില്ല. ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കും, മരിച്ചാലും പ്രാർത്ഥിക്കാം. പൗലോസ് ഒനേസിഫോറസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന 2 തീമോഥെയോസ് എടുത്ത് വായിച്ചു നോക്ക്. ആ ദിവസത്തിൽ ദൈവം അവനോട് കരുണ ചെയ്യട്ടെ. ആ ദിവസത്തോടെ 2ാമത്തെ ദിവസം ദൈവം അവനോട് കരുണ ചെയ്യട്ടെ എന്നിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഫലമില്ലേ? വേദവസത്തിലുള്ളതല്ലേ? എൻ്റെ പാഠഭേദക്കാരായി ഇതൊന്നും കണ്ടിട്ടില്ലേ? വായിക്കണില്ലേ? ഇവിടെ പുരോഹിതൻ ആരുമില്ല, കർത്താവ് അത്ര പുരോഹിതനുള്ളൂ. യേശു കർത്താവെന്ന് അവർ പറയുള്ളൂ. അങ്ങനെ തന്നെ പറഞ്ഞാൽ തന്നെ കർത്താവിൻ്റെ പേര് പറഞ്ഞാൽ പറയുന്നത്. ദൈവമായ ഹോവ, ദൈവമായ കർത്താവെന്നൊക്കെ പറയാം. ദൈവമാവുന്ന യേശു എന്ന് പറയാൻ ദൈവമാവുന്ന യേശു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. യേശു കർത്താവ് പേര് പറഞ്ഞാണ് ദൈവത്തെ വിളിക്കണതൊക്കെ. എനിക്ക് ഭാഷാന്തരങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് പറയുന്നത്. വ്യാഖ്യാനങ്ങൾ മുഴുവൻ തെറ്റാണ്. നിങ്ങൾ പറയുന്നതിലൊന്നും ശരിയില്ല, അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്ന്, ദൈവം ഇരുളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഉഗ്രശോഭ കുറച്ച് കൊണ്ടുവന്ന് മോശയോട് സംസാരിച്ചു. താബോർ മലയിൽ യേശുക്രിസ്തുവിന് രൂപാന്തരം ഉണ്ടായപ്പോഴെന്തുണ്ടായത്? ആ മുഖം ശോഭിച്ചു, വസ്ത്രം വെളിച്ച പോലെ വെള്ളയായി. അപ്പോൾ അവൻ്റെ ദൈവത്വങ്ങൾ പ്രകടമാക്കി കുറച്ച് കാണിച്ചു കൊടുത്താൽ കോടിയിലൊരംശം മാത്രമേ കാണിച്ചു കൊടുത്തുള്ളൂ. അപ്പോൾ അതാ ദൈവത്തെ മറച്ചു വയ്ക്കാനും ദൈവത്വം പ്രകാശിപ്പിക്കാനും പുറത്തു കൊണ്ടുവരാനൊക്കെ ദൈവത്തിന് കഴിയും.
അത് മനസ്സിലാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന്, ഇരുട്ടിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ തന്നെ അവന് വേണ്ടി മറയ്ക്കാൻ വേണ്ടി ഇരുട്ടുണ്ടാക്കുന്ന, അല്ലാണ്ട് പ്രകൃതിയുടെ ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുകയല്ല. പിന്നെ രണ്ടാമത്, കർത്താവ് മനുഷ്യാവതാരം ചെയ്തപ്പോൾ, ഈ വചനം മനുഷ്യാവതാരം ചെയ്തപ്പോൾ, ഇൻകാർണേറ്റ് ചെയ്തപ്പോൾ അവന് രൂപമുണ്ട്, ഒരു സംശയമില്ല. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.